ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ തലസ്ഥാനമായ കിൻഷാസയിൽ സലേഷ്യൻ വൈദികനെ കുത്തിക്കൊലപ്പെടുത്തി. വത്തിക്കാൻ ഏജൻസിയായ ഫിദസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് സാന്താ മരിയ ഹെൽപ്പർ ഇടവകയിലെ പള്ളിമേടയിലാണ് 82-കാരനായ ഫാദർ ഫെയനിനെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചില ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം വിശ്രമ ജീവിതം നയിച്ചിരുന്ന അദ്ദേഹം സ്കൂളുകൾക്ക് ആവശ്യമായ പഴങ്ങളും പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കുന്നതിനായി കൃഷിത്തോട്ടങ്ങളുടെ മേൽനോട്ടം വഹിച്ചിരുന്നു. അദ്ദേഹം തന്റെ ജീവിതം യുവജനങ്ങൾക്കായി സമർപ്പിച്ചുവെന്നും പ്രത്യേകിച്ച് ഏറ്റവും ആവശ്യമുള്ളവർക്ക് ഒരു നല്ല ഇടയന്റെ ഹൃദയത്തോടെ ശുശ്രൂഷ ചെയ്തുവെന്നും സലേഷ്യൻ അധികൃതർ വ്യക്തമാക്കി. 2 ദിവസങ്ങൾക്ക് മുമ്പ് സമാനമായ രീതിയിൽ അമേരിക്കയിൽ ഒരു വൈദികൻ കുത്തേറ്റ് മരിച്ചിരുന്നു. 2022 ലോകത്തിലെ 6-1 കുട്ടികളും സംഘർഷഭരിത മേഖലകളിലാണ് ജീവിച്ചിരുന്നതെന്ന് വ്യക്തമാക്കി സേവ് ദ ചിൽഡ്രൻ അന്താരാഷ്ട്ര സംഘടന. ഏതാണ്ട് 47 കോടി കുട്ടികൾ യുദ്ധങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞ ഇടങ്ങളിലാണ് കഴിഞ്ഞത്. കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളും അതിക്രമങ്ങളും ഏകദേശം 13% വർദ്ധിച്ചുവെന്നും സേവ് ദ ചിൽഡ്രൻ സംഘടന വ്യക്തമാക്കി. പ്രതിദിനം 76 കുട്ടികളാണ് സംഘർഷങ്ങളുടെയും യുദ്ധങ്ങളുടെയും ഇടയിൽ അക്രമങ്ങൾക്കിരയാകുന്നത്. യുദ്ധക്കെടുതികളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളുടെ വിവരങ്ങളടങ്ങിയ കുട്ടികൾക്കെതിരായ യുദ്ധം അവസാനിപ്പിക്കുക എന്ന പേരിൽ പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി 100-ലധികം വർഷങ്ങളായി പോരാടുന്ന സേവ് ദ ചിൽഡ്രൻ സംഘടന ഈ കണക്കുകൾ പുറത്തുവിട്ടത്. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ ഉഗാണ്ടയിലെ കാസസിൽ അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സസ് എന്ന് സംശയിക്കപ്പെടുന്ന ഇസ്ലാമിക തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ 35-കാരിയായ ക്രിസ്ത്യൻ വനിത കൊല്ലപ്പെട്ടു. ഇസ്ലാമിനെ വിപുലീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ADF ഒരു തീവ്രവാദി സംഘടനയാണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പടിഞ്ഞാറൻ ഉഗാണ്ടയിലെ കാസസ് ജില്ലയിലെ എൻഗോക്കോ ഗ്രാമത്തിൽ ഡിസംബർ 7 വൈകിട്ട് 9 മണിക്കാണ് ആക്രമണം നടന്നത്. 35-കാരിയായ ബെറ്റി ബീരായെ കൊലപ്പെടുത്തിയ അക്രമികൾ അവരുടെ ബന്ധുവായ ജോൺ മസരക്കായെ ആക്രമിച്ചിരുന്നു. ഇന്ത്യയിൽ ദിനംപ്രതി ഏറ്റവും കുറഞ്ഞത് 2 ക്രൈസ്തവരെങ്കിലും ആക്രമിക്കപ്പെടുന്നുണ്ടെന്ന് ക്രിസ്ത്യൻ മനുഷ്യാവകാശ സംഘടനയായ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം. ഈ വർഷം നവംബർ വരെ ഏതാണ്ട് 687 ആക്രമണങ്ങളാണ് ഇന്ത്യയിലെ 23 സംസ്ഥാനങ്ങളിലായി ക്രൈസ്തവർക്ക് നേരെ നടന്നിരിക്കുന്നത്. 2014 മുതൽ ഇന്ത്യയിൽ ക്രൈസ്തവരെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ കുത്തനെ വർദ്ധിച്ചുവെന്നത് വസ്തുതയാണെന്നും ഓപ്പൺ ഡോസിന്റെ വേൾഡ് വാച്ച് പട്ടികയിൽ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതലായി പീഡിപ്പിക്കപ്പെടുന്ന രാഷ്ട്രങ്ങളിൽ 11ാം സ്ഥാനത്താണ് ഇന്ത്യയെന്നും UCF കൺവീനർ AC മൈക്കിൾ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. പാലസ്തീൻ സംഘർഷത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും നേരിടുന്ന അതിക്രമങ്ങൾക്ക് അറുതി വരുത്താനും അടിയന്തിരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും ആവശ്യപ്പെട്ട് ഫ്രാൻസിസ് പാപ്പ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കുവച്ച സന്ദേശത്തിലൂടെയാണ് പാപ്പ ഗാസ പ്രദേശത്ത് അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം പുതുക്കിയത്. ആയുധങ്ങളോട് അരുതെന്നും സമാധാനത്തോട് അതെയെന്നും നമുക്ക് പറയാമെന്നും ഇസ്രായേൽക്കാരുടെയും പാലസ്തീൻകാരുടെയും ഈ വലിയ സഹനം അവസാനിക്കട്ടെയെന്നും പാപ്പ സന്ദേശത്തിൽ കുറിച്ചു. കർഷകരെ സഹായിക്കാത്തവർക്ക് വോട്ടില്ലെന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ കർഷകർ സംഘടിച്ച് പ്രവർത്തിക്കണമെന്നും താമരശ്ശേരി ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന കർഷക അതിജീവന യാത്രയുടെ താമരശ്ശേരി രൂപതാതല ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു ബിഷപ്പ്. കർഷകർക്ക് മേൽ കരിനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന പ്രവണത വനം വകുപ്പ് തുടരുകയാണ്. കർഷകരെ സഹായിക്കേണ്ട സർക്കാർ സ്ഥാപനങ്ങൾ നോക്കുകുത്തികളായി മാറിയെന്നും പ്രതിസന്ധിയിൽ കഴിയുന്ന കർഷകരെ ജപ്തി ചെയ്യാനാണ് ധനകാര്യ സ്ഥാപനങ്ങളുടെ നീക്കമെന്ന് ബിഷപ്പ് ചൂണ്ടിക്കാട്ടി. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.